വീട്ടിലെ കൊച്ചിനെ പുറകെ കത്തിച്ചുകളയൂടാ. നീ കുമരകരി വിട്ടു വയ്ക്കോ വയ്ക്കോ. സാരമില്ല അച്ഛൻ. അച്ഛനറിയോ, സത്യത്തിൽ ഞാൻ സെമിനാരി ചേരാൻ ഇറങ്ങിയതാ. എന്നിട്ട് ശോഷന്നെ വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കി എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാരി ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പർ ഇങ്ങാന്നേ, ഞാനൊന്ന് ചോദിക്കട്ടെ വിളിച്ചോന്ന്. ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്തമാനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു അച്ചാച്ചൻ അറിഞ്ഞൂടെ? എന്റെ പൊന്നു ശോചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് എന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും കപ്പയാര് വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ അച്ചു വിളിപ്പിച്ചേ? അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങി പോകുന്നതാ. 1500ഓളം പേരൊപ്പിട്ടൊരു നിവേദനം ചെന്നിരിക്കുക അരമനയിലോട്ട്. കഴിഞ്ഞ 15 കൊല്ലമായി കുമരങ്കരി ഇടവക വികാരിയായിട്ടിരിക്കുന്ന ഒറ്റപ്ലാക്കൻ അച്ഛനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പോൾ പിതാവ് അച്ഛനെ വിളിച്ച് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഇടവക മാറാൻ പറഞ്ഞിരിക്കുക. ഈ കുമരങ്കരിയിൽ നീ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരടാ പാപ്പി ഇങ്ങനെ ഒരു നിവേദനം എഴുതി ഇത്രയും പേരെ കൊണ്ട് ഒപ്പിടിച്ച് അരമനയിലോട്ട് അയച്ചത്? ഈ പണി എത്തേണ്ടിടത്ത് തന്നെ സുരക്ഷിതമായിട്ടങ്ങ്